നമ്മുടെ ഈ ചർച്ചയുടെ ശീർഷകം എന്താണ്? ഇസ്രായേലിനെതിരെ ഹാലിളകുന്നത് എന്നാണ്. ഹാലിളകുന്നത് ഇസ്രായേലിനെതിരല്ല. സത്യത്തിൽ നിങ്ങൾ അറിയോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമ്മള് ഇന്ത്യയിൽ ഒരാളും വിദേശികൾ ആരും ആക്രമിക്കപ്പെടാൻ പാടില്ല. എല്ലാ ജീവ സ്വത്തും സംരക്ഷിത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. പക്ഷേ നിങ്ങൾ ഇതിവിടെ നേരത്തെ നമ്മുടെ പീറ്റർ കാര്യം പറയാം, അബദ്ധപരമായ കാര്യം പറയാം. ഒന്ന്, ഇസ്ലാമിക് അങ്ങനെ ഭീകരതയില്ല. ഇസ്ലാമിക അങ്ങനെ ഭീകരതയില്ല, തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. അത് യൂറോപ്പിന്റെ സംഭാവനയാണ് ആ പ്രയോഗം. അതുപോലെ തന്നെ ഇവര് ഈ ഫലസ്തീനികൾ ഒരിക്കലും ഭീകരവാദികളല്ല. അവർ ജനിച്ച മണ്ണിൽ പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ജനങ്ങളാണവർ. എന്നാലും ഞങ്ങൾക്ക് ഡിബേറ്റ് കൂടുതൽ. ഇപ്പോഴേ ഇസ്രായേലിനെതിരെയുള്ള ഒരു വികാരമുണ്ട് ലോകത്ത്. അമേരിക്കയിൽ നടക്കുന്നു ഇസ്രായേലിനെതിരെ പ്രകടനങ്ങൾ. മുസ്ലിങ്ങളാണോ? അല്ലല്ലോ. ജർമ്മനിയിൽ നടക്കുന്നു, ജപ്പാൻ നടക്കുന്നു, ലണ്ടനിൽ നടക്കുന്നു. ഇസ്രായേലിനെതിരെയുള്ള വമ്പിച്ച സമരം നടക്കുന്നു, പ്രക്ഷോഭം നടക്കുന്നു. മാത്രമല്ല ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി നെറ്റ്യാഹുവിന്റെ മകൻ യായിർ നെറ്റ്യാഹു, നിങ്ങൾ വായിക്കണം, അദ്ദേഹം രാജ്യാന്തര ഇന്റലിജൻസ് ഏജൻസിയിൽ ഷിൻബത്ത് എന്നും കോടതിയും ഒത്തൊരുമിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നു. എന്താ കാരണം? അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ, ഇസ്രായേൽ രാജ്യത്തിനുള്ളിൽ തന്നെ ഇവർക്ക് ഈ യുദ്ധത്തിനെതിരാണ്. ഫലസ്തീനികൾ എങ്ങനെ കൂട്ടക്കുരി നടത്തിനെതിരാണ് ഇസ്രായേൽ ഗവൺമെന്റ്, ഇസ്രായേൽ ജനങ്ങൾ, അവിടുത്തെ സൈന്യം. മാത്രമല്ല പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയത് എന്തിനാണ്? പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. എന്റെ കാര്യം ഈ യുദ്ധം ശരിയാന്നുള്ളത് കൊണ്ടാണ്. നിരപരാധികളായ ജനങ്ങളെ പട്ടികളെ പോലെ വേട്ടപ്പടികളെ കൊന്നൊടുക്കുകയാണ്. ഈ വികാരം ഉണ്ടെങ്കിൽ ആ വികാരം മാറ്റാൻ നമുക്ക് കഴിയണം. ആദ്യമായി മനസ്സിലാക്കേണ്ടത് നെതന്യാഹുവിനെതിരെ ആ രാജ്യത്ത് തന്നെ ശക്തമായ എതിർ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൻ യാഹിർ നെത്യാഹു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞിരിക്കുന്നു. എന്താ പറയുന്നറിയാമോ? ഇന്റലിജൻസ്, അതായത് അവിടുത്തെ ആഭ്യന്തര ഇന്റലിജൻസിന്റെ പേര് ഷിൻബത്ത് എന്നാണ്. ഷിൻബത്ത്. ആ ഷിൻബത്ത് കൂടി ഒന്നിച്ച് പട്ടാളക്കാർ ഒരുമിച്ച് കൊണ്ടാണ് ഈ ഫലസ്തീൻ ഈ നെതന്യാഹുവിനെതിരെയുള്ള നീക്കം നടത്തുന്നത് പറയാണ്. കാരണം എന്തുകൊണ്ട്? ഫലസ്തീനെതിരെ നടത്തിയ യുദ്ധം അവർക്ക് സമ്മതമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, മനുഷ്യന്റെ ജീവന് വിലക്കെടുക്കുന്ന ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് എവിടെ അക്രമം അതിലേക്ക് പോകുന്നതിന് പകരം കുമളിയിൽ കശ്മീർ ചെയ്തത് ഞാൻ സപ്പോർട്ട് ഇടപെടാതിരുന്നത് മനഃപൂർവ്വമാണ്. കാരണം അദ്ദേഹത്തിന് സമയം നമ്മൾ നൽകുന്നില്ല എന്നൊരു പരാതി അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹം ഒരു പോയിന്റിൽ നിർത്തട്ടെ, എന്നിട്ട് നമുക്ക് കുമളിയിലേക്ക് വരാമെന്നാണ് തോന്നുന്നത്. ശ്രീ വാണിമേൽ, ഈ വിഷയമൊക്കെ, പലസ്തീൻ ഇസ്രായേൽ വിഷയമൊക്കെ, ഈ സംഘർഷമൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതല്ല ഇവിടുത്തെ പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത്. കുമളിയിൽ ഒരു കശ്മീരി വ്യാപാരി ഇസ്രായേൽ ടൂറിസ്റ്റുകളെ അപമാനിച്ച സംഭവമാണ്. അതിൽ മുസ്ലിം ലീഗിന്റെ പ്രതികരണമാണ് ചോദിക്കുന്നത്. എനിക്ക് മറുപടി പറയാൻ ഒരു സമയം തരണേ. എനിക്ക് പലസ്തീൻ പോരാളികളെ അവർ ഇസ്ലാമിക ഭീകരവാദികളല്ല, അങ്ങനൊന്നുമില്ല. ഇസ്ലാമിൽ ഭീകരവാദമില്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇസ്ലാം അങ്ങനെ ഭീകരവാദത്തെ പൊരുത്തപ്പെടുന്നവരുമല്ല. ഇസ്ലാമിക ഭീകരവാദ തെറ്റാണ്. അത് നമ്മൾ നിഷേധിച്ചേ പറ്റുള്ളൂ. എന്താണ് ഇങ്ങനെ പറയുന്നത്? കാണാനേക്ക് ഒഴിവാക്കണ്ട. സത്യം പറയും നിങ്ങൾ, ഇത് തെറ്റാണ്. ടൂറിസ്റ്റുകൾ ചെയ്തത് അനീതിയാണ്. അത് കാശ്മീർ എന്നല്ല, മലയാളി ചെയ്തത് തെറ്റാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അത് പറഞ്ഞുകൊണ്ട് അതിന്റെ ചുളിവിൽ ഇസ്ലാമിക ഭീകരത പറയുന്നു, ഹമാസിനെ കുറ്റപ്പെടുത്തുന്നു. പിന്നെ എന്ത് പ്രവൃത്തിയാണ് ശ്രീവാണിമേൽ അവിടെ കാണിച്ചു കൂട്ടുന്നത്? എന്താണ്? പിറന്ന മണ്ണിൽ മരണം വരെ ചെയ്ത സ്വാതന്ത്ര്യ പോരാട്ടമാണ്.